ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയുടെ വീഡിയോ ആണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി സവാള കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം വല്ലതും വലിയാനുണ്ടെങ്കിൽ നമ്മൾ ഹൈ സ്പീഡ് വെച്ച് വെള്ളം വലിച്ചെടുക്കേണ്ടതാണ്. ഇതിന് ശേഷം ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.